സാർ, ഈ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രയെ കൊന്നതോടുകൂടി ഇറാനിലും ചില പരിഭ്രാന്തികളൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ അവരുടെ മതാചാര്യനായ ആയത്തുള്ള അലി ഖമേനെയി അദ്ദേഹവും ബങ്കറിനുള്ളിലേക്ക് മാറി നിൽക്കും. എന്തിനാണ് അങ്ങനെ പേടിക്കുന്നത് ഇറാൻ? അത് പേടിക്കേണ്ട കാര്യമുണ്ട്. മുമ്പ് ഈ ഹിസ്ബുള്ളയും ഇസ്രയേലും ഒക്കെ തമ്മിൽ ഒരു പരിമിത യുദ്ധം എന്നൊരു മര്യാദയൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരു തവണ 1976 എന്തോ ഈ ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ ബോംബ് ചെയ്ത് കുറേ ആയിരങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ കൊല്ലപ്പെട്ടതിനെ തുടർന്നിട്ട് ഈ ജനവാസമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ നോക്കിയൊക്കെ ബോംബിടുക എന്നൊക്കെയുള്ള മര്യാദയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. ഈ ഹമാസ് കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ 7 ഇസ്രയേലിനെ ആക്രമിച്ച ശേഷം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെയാണെന്ന് ആക്രമിച്ചത്. ഒരു ഗാന പരിപാടി, ആഘോഷ പരിപാടി, സംഗീത പരിപാടി നടക്കുന്നിടത്ത് ആണ് ചെയ്തത്. അതിനുശേഷം ഇസ്രയേൽ ഈ വെടിനിർത്തുന്ന പരിപാടിയൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. ഇത് ഇത്തവണ നശിപ്പിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഹമാസ് ഒരുമാതിരിയൊക്കെ വെടിപ്പായി. ഇനി അവർക്ക് നേതാക്കളൊന്നും ഏറ്റെടുക്കാനൊന്നും ഇല്ല ഇവിടെ ഗാസയിൽ. ഇപ്പോൾ ലെബനൻ ഹിസ്ബുള്ള അത്യാവശ്യമൊക്കെ വൃത്തിയാക്കി. ഒരു പിൻഗാമി പോലും ഉണ്ടാവാത്ത വിധത്തിൽ ഇപ്പോൾ ഹിസ്ബുള്ള ഒരു ഗർത്തമായിട്ട് മാറി. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, ആസ്ഥാന കേന്ദ്രം തന്നെ ഒരു കുഴിയായി മാറി. ഉണ്ടായിരുന്ന സ്ഥലം ഇല്ലിപ്പോൾ. അപ്പോൾ ഇനിയുള്ള ടാർഗറ്റ് ഇസ്രയേലിൻ്റെ എന്ന് പറഞ്ഞാൽ ഇറാൻ ആകുമെന്ന് ഇറാൻ സംശയിച്ചേ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മിസൈൽ അയച്ചുകൊണ്ടിരിക്കുന്ന ഹൂത്തികൾക്ക് പിന്നിൽ ഇറാനാണ്, ഹിസ്ബുല്ലയ്ക്ക് പിന്നിൽ ഇറാനാണ്. ഇവർക്കൊക്കെ ആയുധങ്ങൾ കൊടുക്കുന്നതും പണം കൊടുക്കുന്നതും ഒക്കെ ഇറാനാണ്. ഹമാസിന് ഒരു വർഷം 3000 കോടി രൂപയോളം കൊടുത്തിരുന്നു ഇറാൻ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മുഴുവൻ പാപഭാരം ഇറാൻ്റെ മുകളിലുള്ളതാണ്. അപ്പോൾ അത് ഇസ്രയേലിനെ അറിയുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇറാനിൽ വെച്ചാണെങ്കിൽ പുതിയ പ്രസിഡന്റ് വരുന്ന സമയത്ത് ഹാനിയെ, മറ്റേ അതിഥിയെ, ഇറാൻ്റെ അതിഥിയെ ഇസ്രയേൽ വകവരുത്തിയതുമാണ്. അതൊക്കെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ ഈ ഖമനേയി. അതുകൊണ്ട് ഖമനേയിക്ക് സുരക്ഷിതത്വം എന്ന് തോന്നുന്നത് ഒരു ബങ്കറായിരിക്കാം. പക്ഷെ ബങ്കർ ബോംബുകൾ ഇസ്രയേലിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് അവരിപ്പോൾ തെളിയിച്ച് കഴിഞ്ഞതാണ് ഹസൻ നസ്രയെ കൊന്നതോടുകൂടിയിട്ട്. അപ്പോൾ ഇനി ഖമനേയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സുരക്ഷിതമായിട്ട് ഒരു സ്ഥലമുണ്ട് ഈ ഭൂമുഖത്ത് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിനെ സ്വീകരിക്കാനായിട്ട് എന്തായാലും രാജ്യങ്ങളൊന്നും പുറപ്പെടാൻ ഒരു സാധ്യതയില്ല. കാരണം എവിടെ പോയാലും ഇസ്രയേൽ പിടിച്ചിരിക്കുന്നുള്ള ഒരവസ്ഥയുണ്ട്. ഈ ഖമനേയി ഇതിനേക്കാളൊക്കെ കൗതുകം, ഖമനേയി സത്യത്തിൽ ഈ ദുർബലനായ ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരു കരുത്തനായ ഒരാളൊന്നുമല്ല. ഈ ഖമനേയിയെ 1989 ഖൊമൈനി ആയത്തുള്ള മരിക്കുമ്പോൾ ഒരു മുൻനിര പുരോഹിതൻ, മൊല്ലാഖിയൊന്നും ആയിരുന്നില്ല അവിടെ, മുൻനിര പണ്ഡിതനുമല്ല, ഒരു മധ്യനിരയിൽ കിടന്നിരുന്ന ഒരാളാണ്. അപ്പോൾ അവർ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അടുത്ത ആയത്തുള്ളയെ തീരുമാനിക്കാൻ ചേർന്ന യോഗത്തിൽ ഇദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തത് അപ്രതീക്ഷിതമായിരുന്നു. അദ്ദേഹത്തിനും അപ്രതീക്ഷിതമായിരുന്നു. കാരണം ഒരു ആയത്തുള്ള ആകാൻ വേണ്ടിയുള്ള പാകതയോ മതവിദ്യാഭ്യാസമോ ഒന്നും ഈ ഖമനേയിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 1989 ഇതെങ്ങനെയാണ് അത് സംഭവിച്ചതെന്നുള്ളതിൻ്റെ വീഡിയോ ഫുട്ടേജ് 2018 പുറത്തു വന്നിരുന്നു. ആ മീറ്റിങ്ങിൽ ഓരോരുത്തരും സംസാരിക്കുന്നത്, ഖമനേയി സംസാരിക്കുന്നതും ഒക്കെ പുറത്തു വന്നിരുന്നു. ഇത് പുറത്തു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പത്രപ്രവർത്തകൻ ആണ് അന്ന് പുറത്തു കൊണ്ടുവന്നത്. അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള പത്രപ്രവർത്തകൻ ഷഹീദ് അലവി ആണ് ചോർത്തി ഇത് ലോകത്തിൻ്റെ മുമ്പിൽ 2018 വെച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഖമനേയി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മാത്രം പ്രാപ്തനല്ല ഞാൻ, ഇത് മറ്റേ മുൾക്കിരീടാണെന്നൊക്കെ യേശു പറഞ്ഞ പോലത്തെ ഒരു വർത്തമാനം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അന്ന് അദ്ദേഹത്തിന് താൽക്കാലികമായിട്ടാണ് എടുത്തിരുന്നത്. ഒരു കാവൽ ആയത്തുള്ള എന്നുള്ള മട്ടിൽ. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വേറെ ശരിക്കുള്ള ആളെ. ആയത്തുള്ള എന്ന് പറയുന്നത് ഒരു ഗ്രാൻഡ് മുഫ്തി സ്ഥാനമാണ്. അത് അതുപോലെ പരിചയവും അനുഭവ സമ്പത്തും മതപരമായ എന്താ പറയുക കാഠിന്യവും ഒക്കെ വേണ്ട ഒരാളാണ്. അതിന് മാത്രം പാകതയൊന്നും ഉള്ള തീവ്രതയോ പാകതയോ, ചിലപ്പോൾ തീവ്രതയായിരിക്കും പാകതയായിട്ട് വരിക. പക്വതയും കഴിവൊന്നും ഇല്ലാത്ത ഒരാളെ താൽക്കാലികമായി എടുത്തു. അങ്ങനെയാണ് അന്ന് ചെയ്തത്. അത് അന്നത്തെ പ്രസിഡന്റ് റഫ്സൻജാനിയുടെ നോമിനിയായിട്ട് വന്നതാണ്. റഫ്സൻജാനി അയാൾക്കൊരു പാവയാണ് അന്ന് വേണ്ടിയിരുന്നത്. അങ്ങനെ ഒരാളെ എടുത്തതാണെന്ന് ഈ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം അന്ന് പറഞ്ഞേ, ഇദ്ദേഹം പ്രസംഗിക്കുന്നത് ആ വീഡിയോയിൽ കാണാം. ഖമനേയി, ഞാൻ ഈ പണിക്ക് പറ്റിയ ആളല്ല, എൻ്റെ തിരഞ്ഞെടുപ്പ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് അദ്ദേഹം തന്നെ ആ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം നടത്തിയ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. 2018 ജനുവരി 8 ഈ വീഡിയോ ചോർന്ന് ലോകത്തിന് കിട്ടിയത്. ഈ ഷഹീദ് അലവി ലീക്ക് ചെയ്തത് അന്നാണ്. അപ്പോൾ ഇസ്ലാമിക സമൂഹത്തിനായി ഇദ്ദേഹം പറയുക, ഖമനേയി അന്ന് സ്വീകരിച്ച ശേഷം, തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം, ഇസ്ലാമിക സമൂഹത്തിനായി നാം വിലപിച്ചുകൊണ്ട് കണ്ണീർ ചോര ഒഴുക്കേണ്ടി വരും, ഭാവിയിൽ ഒഴുക്കേണ്ടി വരും. എന്നെ തിരഞ്ഞെടുക്കാൻ പോലും അത്തരമൊരു സമൂഹം നിർബന്ധിതമായി എന്ന് പറയുന്നു. 1981 ഈ ബെനി സദർ എന്ന് പറഞ്ഞ ആൾ, ബെനി സദർ ഫ്രാൻസിൽ പ്രസിഡൻ്റായിട്ട് വന്നത്. ആ സമയത്ത് വിഭാഗീയത ധാരാളമായിട്ട് ഉണ്ടായിരുന്നു. ഈ ബെനി സദർ ഫ്രാൻസിലേക്ക് പലായനം ചെയ്യുക ചെയ്തത്. ആ സമയത്ത് പ്രസിഡൻ്റായിരുന്ന ആൾ. എന്നിട്ട് റഫ്സൻജാനി വരികയാണ്. അപ്പോൾ ഈ ഖമനേയിയുടെ തെരഞ്ഞെടുപ്പ് റഫ്സൻജാനിയുടെ ഒരു ഗൂഢപദ്ധതി ആയിരുന്നു. റഫ്സൻജാനി സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ചെയ്തത്. ഖമനേയി ഒരു പാവയായിക്കോളും എന്നാണ് റഫ്സൻജാനി വന്നത്. അപ്പോഴേക്കും അതുവരെ പ്രസിഡൻ്റായിരുന്ന ബെനി സദർ ഫ്രാൻസിൽ അഭയം തേടിയിരുന്നു. ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്, ഇറാൻ്റെ ഭരണഘടനയിൽ പറഞ്ഞിട്ടിരിക്കുന്നത് പരമോന്നത നേതാവ്, അതായത് ഈ ആയത്തുള്ള ആവുന്ന ആൾ മാർജ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാർജ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ആയത്തുള്ള ആണ് അർത്ഥം. ഗ്രാൻഡ് ആയത്തുള്ള ആയിരിക്കണം ഈ പരമോന്നത നേതാവ്. പക്ഷേ അങ്ങനെ ഒരു ഗ്രാൻഡ് മുഫ്തി അല്ല ഈ ഖമനേയി. ആയത്തുള്ള ആകാൻ പറ്റിയ ആളല്ല. മതപരം. എന്നിട്ട് ഈ സ്വീകരണ പ്രസംഗത്തിൽ ഖമനേയി പറയാണ്, ഞാൻ ഇങ്ങനത്തെ ഒരു ഗ്രാൻഡ് മുഫ്തി അല്ലാത്തത് കൊണ്ട്, അതായത് ആയത്തുള്ള അല്ലാത്തത് കൊണ്ട് മതപരമായി ഞാൻ പറയുന്ന കാര്യങ്ങൾ, എൻ്റെ വാക്കുകൾ നിങ്ങളിൽ പലരും സ്വീകരിച്ചില്ല എന്ന് വരും പറയുന്നുണ്ട്. അപ്പോൾ സ്വയം തന്നെ താഴ്ത്തി കാണുന്ന ആളായിരുന്നു അദ്ദേഹം. 1 വർഷം കഴിഞ്ഞ് നേതൃത്വം ഈ ആയത്തുള്ളക്ക് പകരം അവിടുത്തെ ഈ പരമോന്നത നേതൃത്വം എന്ന് പറയുന്നത് ഒരു കൗൺസിലിൽ നിക്ഷിപ്തമാകും എന്നുള്ളതായിരുന്നു ധാരണ. അപ്പോൾ ഇങ്ങനെ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഖമനേയി ഭരണഘടന മാറ്റി. അങ്ങേര് തന്നെ ആയത്തുള്ളയായിട്ട് നിൽക്കാവുന്ന വിധത്തിൽ ഭരണഘടന മാറ്റി. അതൊരു ഹിതപരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ കൗൺസിൽ നിലവിൽ വരിക എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ഹിതപരിശോധനയും അവിടെ നടന്നില്ല. ഖമനേയി അത് നടത്തിയില്ല. 1981 ഒരു ഭീകര ആക്രമണത്തിൽ ഖമനേയിക്ക് പരിക്ക് പറ്റിയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ വലത് കൈക്ക് വലിയ ശേഷിയൊന്നുമില്ല. സാധാരണ ഈ മൊല്ലക്കമാരിൽ നിന്നൊക്കെ ഭിന്നമായിട്ട് അദ്ദേഹം ഈ ഹുക്ക വലിക്കുമായിരുന്നു, ധാരാളമായിട്ട് പൈപ്പ് ഒക്കെ വലിക്കുമായിരുന്നു. അതിൻ്റെ ധാരാളം ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പൊന്തി വന്നിട്ടുമുണ്ട്. കാരണം അദ്ദേഹം മറ്റേ നിലവറയിലേക്ക് പോയല്ലോ, ഒളിച്ചു പോയില്ലേ. ഒളിച്ചു പോയുമ്പോൾ ഇനി അദ്ദേഹം പുകയാകുമോ എന്ന് ചോദിച്ച് പുക വലിക്കുന്ന ചിത്രങ്ങൾ, പ്രതീകാത്മക ചിത്രങ്ങളൊക്കെ
പുറത്തു വന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അദ്ദേഹം ബങ്കറിൽ തന്നെ നിന്ന് എന്താണ് അവസാനം കാണുമോ അതോ പുറത്തു വന്നിട്ടാണോ എന്നുള്ള ചോദ്യമാണ് ഇനിയുള്ളത്. എന്തായാലും ഖമനേയി വല്ലാതെ പേടിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.